അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ് നമുക്കിന്നിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും കർത്താവും ഈ പറയുന്ന പരീശന്മാരും ശാസ്ത്രിമാരും യഹൂദന്മാരുടെ പ്രധാനികളും ഒക്കെ കർത്താവിനോട് എപ്പോഴും എതിർത്ത് നിൽക്കുകയും കർത്താവിനോട് എതിർക്കുന്നു ഉള്ളതിനേക്കാൾ ഉപരി കർത്താവ് അവർക്കെതിരാണ്, അവരെ എപ്പോഴും പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പോലും നമുക്ക് ചിന്തിക്കത്തക്കവണ്ണം ഉള്ള ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഔട്ട്വേർഡായിട്ട്, അതിൻ്റെ സൂപ്പർഫിഷ്യലായിട്ട് നമുക്ക് തോന്നാമെങ്കിലും എന്തായിരുന്നു കർത്താവിൻ്റെ ഹൃദയം ഇവരോട് സംസാരിച്ചപ്പോൾ, കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ്, കർത്താവിൻ്റെ മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. അതൊരിക്കലും അവരോട് വാശിയോ വൈരാഗ്യമോ അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ എപ്പോഴും റിബല്യസ് ആയിട്ട് നിന്ന് അവരോട് എതിർക്കണമെന്നോ ഒന്നുമുള്ള ഒരു നിലയിലല്ല, മറിച്ച് ദൈവഹിതത്തിലേക്കും ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കും അവർ കടന്നു വരണമെന്നുള്ള ഒരു അദമ്യമായിട്ടുള്ള ഒരാഗ്രഹവും അതുപോലെ തന്നെ അവരോടുള്ള സ്നേഹവും കൊണ്ടാണ്. ആ സ്നേഹത്തിൽ നിന്നുണ്ടായ അധികാരമാണ്. സ്വന്തം ജീവൻ അവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് കടന്നു വന്ന കർത്താവിന് അവരോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അധികാരത്തിലാണ് കർത്താവ് അവരോട് സംസാരിച്ചത്. ദൈവികമായിട്ടുള്ള അധികാരത്തിന് സ്നേഹത്തിലുമാണ് അവരോട് സംസാരിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് നമുക്ക് ഈ ഭാഗത്ത് വരുമ്പോഴാണ് കാണുന്നത്. നമ്മൾ സാധാരണഗതി വിചാരിക്കുന്ന പോലെ കുറച്ച് ആൾക്കാരെ ദൈവം നശിച്ചു പോകാൻ വേണ്ടി നിയമിച്ചിരിക്കുന്നു എന്നുള്ള നിലയിൽ അല്ല നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് ഉള്ളൊരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കലും ദൈവം അവരെ തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് അവർ ആ സത്യത്തിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ല, മറിച്ച് ഇത്രയൊക്കെ ദൈവം അവർക്ക് വേണ്ടി ചെയ്തെങ്കിലും, ദൈവത്തിൻ്റെ സ്നേഹം കാണിച്ചെങ്കിലും, ദൈവം അവർക്ക് രക്ഷ പ്രാപിപ്പാനുള്ള എല്ലാ അവസരവും നൽകിയെങ്കിലും, വീണ്ടും 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 അവരോട് അപേക്ഷിച്ചെങ്കിലും അവർ തള്ളിക്കളഞ്ഞത് കൊണ്ട് അവർക്ക് രക്ഷയെ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായിട്ടുള്ള കാര്യം. നേരെ തിരിച്ചാകുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ തന്നെ മറിച്ചു കളയുന്ന നിലയിൽ, ദൈവത്തെക്കുറിച്ചുള്ള ഇംപ്രഷൻ തന്നെ കെടുത്തിക്കളയുന്ന നിലയിലുള്ള ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങളെ ചിന്തിക്കാനായിട്ട് കടന്നു വരും എന്നുള്ളത് കൊണ്ട് ഈ ദൈവവചന ഭാഗത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല ഭാഗങ്ങൾ കണ്ടല്ലോ. വിശേഷിച്ച് നമുക്കറിയാം കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രിയിലുള്ള അവസാനത്തെ സമയങ്ങളാണ് നമ്മൾ ഈ വായിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങൾ. അവസാനം ഇത് ഏകദേശം കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രി അവിടെ തീർന്നു എന്ന് പറയാം. കാരണം തുടർന്ന് ശിഷ്യന്മാരോട് പല കാര്യങ്ങളും പറയുന്നതാണ്. 24-ാം അധ്യായം ഒലിവ് മലയിലെ പ്രസംഗം എന്ന് പറയുന്നതും, തുടർന്ന് ദൈവരാജ്യത്തെ സംബന്ധിച്ച് അതിന് ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുള്ള കാര്യവും ദൈവരാജ്യത്തിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ചും പറയുന്നതാണ് 25-ാം അധ്യായത്തിൽ കാണുന്നത്. 26-ാം അധ്യായം മുതൽ കർത്താവിൻ്റെ ക്രൂശീകരണത്തിനായിട്ടുള്ള ആ ഒരു ഫേസിലേക്ക് കാര്യങ്ങൾ പ്രവേശിക്കുന്ന 26, 27, 28-ാം അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് പരസ്യമായിട്ടുള്ള ശുശ്രൂഷ, ഇതുപോലൊരു ഭാഗം നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഇതര സുവിശേഷങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവസാന സമയത്തെക്കുറിച്ച് പറയാൻ വേണ്ടി എന്തുമാത്രം അവസാനത്തെ ആഴ്ച, നമ്മൾ ഏകദേശം 20-ാം അധ്യായം തൊട്ട് എന്ന് തോന്നുന്നു, അവിടെ തൊട്ട് വായിക്കുന്ന കർത്താവിൻ്റെ ജീവിതത്തിൽ അവസാനത്തെ ആഴ്ചയിലുള്ള ചില സംഭവങ്ങളാണ്. അപ്പം 28 അധ്യായമുള്ള സുവിശേഷത്തിൽ അതിൻ്റെ ഒരു 1/3 ഭാഗം എന്ന് നമുക്ക് പറയാവുന്നത് കർത്താവിൻ്റെ ക്രൂശീകരണത്തിനും അടക്കത്തിനും പുനരുത്ഥാനത്തെക്കുറിച്ച് പറയാനാണ് സുവിശേഷന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലും 12-ാം അധ്യായം തീർന്നു കഴിയുമ്പോൾ 13-ാം അധ്യായം തൊട്ട് വായിക്കുന്നത് ശിഷ്യന്മാരോട് മാത്രമുള്ള ചില തൻ്റെ ശുശ്രൂഷകളും ശിഷ്യന്മാരെ ഓർപ്പിക്കാനുള്ളതായിട്ടുള്ള കാര്യങ്ങളുമാണ് അദ്ദേഹം അവിടെ മുതൽ പറയുന്നത് എന്ന് നമ്മൾ അത് ധ്യാനിച്ച സമയത്ത് ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നല്ലേ. എന്ന് പറയുന്നത് പോലെ തന്നെ പബ്ലിക്കായിട്ട് യഹൂദന്മാരോട് യെരുശലേം ദേവാലയത്തിൽ വെച്ച് അരുളി ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് ഈ കഴിഞ്ഞ 23-ാം അധ്യായത്തിലും അതിന് മുമ്പുള്ള ഭാഗത്തും ഒക്കെ വായിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. കർത്താവ് ആ ആലയത്തിലേക്ക് പ്രവേശിക്കുന്നതും യെരുശലേമിലേക്ക് വരുന്നതും കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിന് മുമ്പുള്ള 21 അതുപോലുള്ള അധ്യായങ്ങളിലെല്ലാം നമ്മൾ കാണാനായിട്ട് ഇടയായി തീർന്നത്. വിശേഷിച്ച് 23-ാം അധ്യായത്തിൽ പല നിലകളിൽ അവർ കർത്താവിനോടുള്ള ബന്ധത്തിൽ അവർ കാണിച്ച ഹിപ്പോക്രസിക്ക് പകരം അല്ല, അതിനെ തുറന്നു കാണിക്കുന്ന നിലയിൽ എന്തുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല, കർത്താവിൽ വിശ്വസിക്കാനായിട്ട് എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അവരുടെ റിലീജിയസ് സിസ്റ്റത്തിൻ്റെയും അവരുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആന്തരികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, എന്നാൽ വചനം നൽകപ്പെട്ടത്, പഴയ നിയമം പോലും നൽകപ്പെട്ടത്
അത് ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനാണ് അത് നൽകപ്പെട്ടത് എന്ന് ചിന്തിക്കുമ്പോൾ, എന്നാൽ അതിലേക്കൊന്നും അല്ല, ബാഹ്യമായി കൊടുത്ത ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമാണ് അവർ കൂടുതൽ ശ്രദ്ധിച്ചത് എന്നുള്ളത് കർത്താവ് വളരെ വ്യക്തമാക്കുന്ന ഭാഗങ്ങളാണ്. നമ്മൾ വിശേഷിച്ച് 23-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ, കപടഭക്തിക്കാരായ പരീശന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ. അപ്പോൾ ആന്തരികമായ കാര്യങ്ങളെക്കാളും ബാഹ്യമായിട്ടുള്ള വേഷവിധാനങ്ങൾക്കും അതിൻ്റെ സംവിധാനങ്ങൾക്കും അതുപോലുള്ള അതിൻ്റെ സെറ്റപ്പിനെ കുറിച്ചും ഒക്കെയുള്ള ഭാരമാണ് അവർക്കുണ്ടായിരുന്നത്. മറിച്ച് കർത്താവ് ആഗ്രഹിച്ചതായിട്ടുള്ള ഒരു വെളിപ്പാടിലേക്കോ ഒരു റെവലേഷനിലേക്ക് അവർക്ക് കടന്നു വരാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്നലെ കണ്ടു, സ്വർഗരാജ്യം അവർ കടക്കുന്നതുമില്ല, അത് കടക്കാൻ ആഗ്രഹിക്കുന്നവരെ കടത്തുന്നതുമില്ല, സമ്മതിക്കുന്നതുമില്ല, കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല എന്ന് മാത്രമല്ല, അവര് ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഭക്തി ആദായ സൂത്രം അല്ലെങ്കിൽ അതിനുള്ള ഒരു മീൻസ് ആയിട്ട് അതിനെ തീർക്കുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇത്തരം രീതികൾ കൊണ്ട് അവരുടെ ഈ അനേകര് ഈ സത്യദൈവത്തെ, ഏകദൈവത്തെ അറിയാനായിട്ടുള്ള ആഗ്രഹത്തിലും ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹത്തിലും കടന്നു വരുമെങ്കിലും അവരൊക്കെ ഇവരുടെ ഈ കപടഭക്തി കൊണ്ട് തെറ്റിപ്പോകാനും അവരെ ഇരട്ടിച്ച നരകയോഗ്യർ ആക്കുന്നു എന്നുള്ളതും നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതുപോലെ തന്നെ മന്ദിരത്തെ ചൊല്ലിയും അതിനെക്കുറിച്ചുള്ള ചില അവരുടെ കൽപ്പനകളെ, മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്താൽ അത് കടക്കാരനാണ്, മന്ദിരത്തെ ചൊല്ലി ചെയ്താൽ സത്യം അത് കടക്കാരനാകുന്നില്ല തുടങ്ങിയ, യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് കർത്താവ് അതിനെ വിശദീകരിക്കുന്നതാണ് നമ്മളതിൻ്റെ 15-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിച്ചത്. അതുപോലെ തന്നെ അവർ ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങൾ, അപ്പം നമുക്കറിയാം, ഒരു 10-ൽ 1 കൊടുത്തു, 10,000 കൊടുത്തു എന്നുള്ളത് നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിനെ വിട്ടിട്ട് ജീരകം, ചതകുപ്പ എന്നീ ചതകുപ്പ, ജീരകം, തുളസി ഇവയിൽ 10,000 കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത എന്നിങ്ങനെയുള്ളത് വിട്ടുകളയുകയും കനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവ് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ആന്തരികമായ കാര്യങ്ങൾക്കല്ല, ബാഹ്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്താണോ ദൈവം ഉദ്ദേശിച്ചത് അതിൽ നിന്ന് മാറിപ്പോകാനും അതൊരു കപടഭക്തിയായിട്ട് തീരാനും ഇടയായിട്ട് തീരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു. അത് കിണ്ടികിണ്ണങ്ങളുടെ പുറം, അതുപോലെ കൈ കഴുകുക, കാല് കഴുകുക, ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് പ്രത്യേക ചില കൽപ്പനകളും ചട്ടങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇതിനു മുന്നേ ചിന്തിച്ച കാര്യമാണല്ലോ. എന്നാൽ അകമേയോ അത് വെള്ള തേച്ച ശവർക്കല്ലറുകളോട് നിങ്ങൾ സദൃശ്യം, അതിന് ശോഭിക്കുന്നു. അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു എന്നും, പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നു എങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നത് നിങ്ങൾ കൂട്ടാളികളാകെയില്ലായിരുന്നു എന്ന് പറഞ്ഞ ആ ഭാഗമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു, പല പ്രവാചകന്മാരെയും ഉപദ്രവിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, അവരെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അവരെ നിഷ്കാസിതരായിട്ട് തീർത്തിട്ടുണ്ട്, എന്നാൽ ഞങ്ങളൊക്കെ അങ്ങനൊന്നും സാധിക്കത്തില്ല എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പം നമ്മൾ ഇന്ന് വായിക്കുന്ന ഈ ഭാഗത്ത് ഉള്ള പ്രധാനപ്പെട്ട ഒരു വാക്ക് ശ്രദ്ധിക്കണം. 34-ാം വാക്യം, അതുകൊണ്ട് എന്ന് പറയുന്ന വാക്ക്. ഈ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് മുന്നേ പറഞ്ഞ ഈ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ, പ്രത്യേകിച്ച് 23-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളും അത് വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു റെഫറൻസ് ആണ് നമുക്ക് ഈ വാക്കിൽ അതുകൊണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ ജീവിതകാലത്ത് ഈ പ്രവാചകന്മാരുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവരോട് കൂടെ നിന്നേനെ, വേല ചെയ്തേനെ എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്ന ഈ വ്യക്തികൾ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? ഇതാ ഇവിടെ പ്രവാചകന്മാരെക്കാൾ വലിയവൻ ദൈവം അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ പുത്രനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു. ഒരു തോട്ടം ഒരു യജമാനൻ പണിതിട്ട് കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പൊയ്ക്കളഞ്ഞു. എന്നാൽ ആ തോട്ടത്തിൻ്റെ അനുഭവം എടുക്കാനുള്ള സമയമായപ്പോൾ ഓരോ ദാസന്മാരെ അയച്ചു. എന്നാൽ ദാസന്മാരെയൊക്കെ അപമാനിച്ച് കല്ലെറിഞ്ഞ് ഒക്കെ അവരെ പുറത്താക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു. അവസാനം തൻ്റെ പുത്രനെ അയച്ചു. ആ കുടിയാന്മാരെല്ലാം കൂടെ ചേർന്ന്
പുത്രനെ അയച്ചപ്പോൾ അവര് പറഞ്ഞു ഇതാണ് പുത്രൻ, ഈ പുത്രനെ കൊന്നിട്ട് ഈ തോട്ടം തന്നെ നമ്മൾ അവകാശമായിട്ട് എടുത്തു കളയാം എന്ന് പറഞ്ഞ് പുത്രനെ കൊന്നുകളയുന്ന ഒരു അനുഭവം എന്ന് കർത്താവ് പറഞ്ഞത്. അതിൻ്റെ 21-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന അതേ അനുഭവമായി ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അവർ പുത്രനെ കൊന്നുകളയാനായിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ദൈവപുത്രനെ, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു, ന്യായപ്രമാണം മോശെ മുഖാന്തരം വന്നു എന്ന് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ആ ദൈവപുത്രൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വെളിപ്പാടുകളെ, അവന്റെ തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമായിട്ടുള്ള പുത്രൻ കടന്നു വന്നപ്പോൾ ആ പുത്രനോട് കാണിക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങളുടെ കാലത്ത് ഈ പ്രവാചകന്മാർ ജീവിച്ചിരുന്നില്ലെങ്കിൽ അവർ ഞങ്ങളിങ്ങനൊന്നും ചെയ്യയില്ലായിരുന്നു എന്ന് പറയുമ്പം എന്തൊരു ഹിപ്പോക്രസിയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ ഈ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട്. അതുകൊണ്ട് എന്ന് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഭാഗം തുടങ്ങുന്നത്. വളരെ നിർണായകമായിട്ടുള്ള, വളരെ അർത്ഥവത്തായിട്ടുള്ള, ഭാവിയെ സംബന്ധിച്ചൊക്കെ വളരെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്നത് എന്ന് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ശാസ്ത്രികളെയും, അപ്പം അതിന് മുമ്പ് തന്നെ ഒരു വാക്ക് പറയും, പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും എന്ന് അവരോട് ചോദിക്കുക. നിങ്ങൾ പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചു കൊള്ളുകയും പാമ്പുകളെ സർപ്പസന്തതികളെ, ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് എന്നാണ് നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? അപ്പോൾ ഇത് കേവലം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവമോ അല്ലെങ്കിൽ ചില മനുഷ്യർ ചെയ്യുന്ന ചില കാര്യങ്ങളോ മനുഷ്യരുണ്ടാക്കുന്ന ചില നീക്കുപോക്കുകളോ ഒന്നുമല്ല. ഒരാൾ വന്ന് അയാൾ അങ്ങ് മരിച്ചുപോയി, അതിനിപ്പോൾ എന്നാ ചെയ്യാനാ, അന്നേരത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു എന്ന് പറയേണ്ട ഒരു നിലവാരത്തിലല്ല ഈ കാര്യത്തെ കർത്താവ് കാണുന്നതും. അത് അവരുടെ നരകവിധിക്ക് കാരണമായി തീരുന്നു എന്നുള്ള ഒരു സംഗതിയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? നിങ്ങൾക്ക് നരകവിധി തന്നെ ഉണ്ടാവും എന്നുള്ളത് കർത്താവ് വളരെ വ്യക്തമാക്കുന്നതായിട്ട് കാണുക. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അവർ വിളിക്കപ്പെട്ടവരാണ്. അബ്രഹാമിന്റെ മക്കൾ എന്നുള്ളതുപോലെ ലോകത്തിലുള്ള ഏത് ജനതയെക്കാളും ഈ രക്ഷ പ്രാപിക്കാനും ഈ രക്ഷയുടെ വചനം ഏറ്റെടുക്കാനും വിശ്വസിക്കാനും ദൈവ മക്കളായിട്ട് തീരാനും ദൈവത്തിന്റെ പദ്ധതിയിൽ ആയിത്തീരാനും ഒക്കെ മറ്റു ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെക്കാളും ഒരു പ്രിഫറൻസ് ഉള്ളവർ എന്ന് വേണമെങ്കിൽ പറയാമെന്നേ പറയുന്നുള്ളൂ. കാരണം അങ്ങനെ പറയാം. കാരണം അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരും അവനെ കൈക്കൊണ്ടില്ല. അല്ലെങ്കിൽ ആർക്കാണോ ഈ വാഗ്ദത്തങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്യപ്പെട്ട് ഇരിക്കുന്നത്, ഏത് ജനതയ്ക്കാണോ ഇത് ലഭിക്കേണ്ടതായിട്ട് ഇരുന്നത്, അവരെ സംബന്ധിച്ചുള്ള ഒരു കാര്യമായിട്ട് അവിടെ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവർക്കാണത് ലഭിക്കേണ്ടിയിരുന്നത് എന്നുള്ളതും അവിടെ നമ്മൾ മറന്നു പോകേണ്ടതായിട്ടുള്ള കാര്യം അല്ല. നോക്കിയാട്ടെ, ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും അവിടെ പറയുക. അപ്പം ഇതെന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് കാണാമല്ലോ. മോശയുടെ കാലത്തും മോശയെ ഇവർ വളരെ ഉയർത്തി പറയുന്നുണ്ടെങ്കിലും ആ മോശ നേരിട്ടതായിട്ടുള്ള പല പ്രതിസന്ധികൾ നമുക്ക് ഇസ്രായേൽ മക്കളുടെ നടുവിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ മത്തായി ഇത് സുവിശേഷം എഴുതുമ്പോൾ കർത്താവ് പറഞ്ഞതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അത് നീതിമാനായ ഹാബേലിന്റെ സമയം മുതൽ, നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവരായ ബെരക്യാവിന്റെ മകനായ സെഖര്യാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. അതൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. കാരണം ആ തലമുറയിൽ അവർ ചെയ്തതിന് മാത്രമല്ല പറഞ്ഞേക്കുന്നത്, ആ തലമുറയല്ല അതിനു മുമ്പ് തൊട്ട് ഹാബേലിന്റെ രക്തം മുതൽ ബെരക്യാവിന്റെ മകനായ സഖര്യാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം ദൈവത്തിന്റെ നാമത്തിൽ വന്നു. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ശാസ്ത്രിമാര്, ജ്ഞാനികള്, പ്രവാചകന്മാര് ഒക്കെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. ചിലരെ നിങ്ങൾ ക്രൂശിച്ച് കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും അങ്ങനെ പട്ടണത്തിലേക്ക് ഓടിക്കുകയും
ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം. അത് ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാമല്ലോ. എന്തായിരുന്നു ഇവർക്ക് ഇതിലുള്ള പ്രശ്നം? അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ ഈ കർത്താവും യഹൂദന്മാരും തമ്മിലുള്ള ഈ സംഘർഷത്തെ ഒറ്റ വാക്കിൽ നമുക്ക് സൂചിപ്പിക്കാമെങ്കിൽ അതാണ് തുടർന്നുള്ള വാക്കുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും, ഹാബേലിന്റെ രക്തം മുതൽ എന്താണ് ഹാബേലിന് സംഭവിച്ചത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഹാബേൽ വിശ്വാസത്താൽ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള, ഞാൻ ആ വാക്യം എടുത്ത് വായിക്കാം. 11-ാം അധ്യായം എബ്രായർക്ക് എഴുതുന്ന ലേഖനം, അവിടെ അത് എഴുതിയിട്ടുണ്ട്. ഈ വാക്യം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിയാൽ അതൊരു വലിയൊരു തെറ്റായിട്ട് മാറും. അതുകൊണ്ട് ആ വാക്യം വായിക്കാം, നോക്കിയാട്ടെ. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. അപ്പം ഈ അന്നും ഇന്നും, ഹാബേലിന്റെ കാലത്ത് മാത്രമല്ല, കർത്താവിന്റെ കാലത്ത് മാത്രമല്ല, ഇന്നും നമ്മൾ ഇന്ന് ജീവിക്കുന്ന തലമുറയിൽ ഉള്ള ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു സ്ട്രഗിള് ഇവിടെ വിവരിച്ചേക്കുകയാണ്. ദൈവിക വെളിപ്പാട് ലഭിച്ച ചില വ്യക്തികളും മാനുഷികമായിട്ട് കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അപ്രകാരം അവരുടേതായ രീതിയിൽ ദൈവത്തെ അന്വേഷിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാർ. ആ പോരാട്ടം എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല, ഹാബേലിന്റെ കാലത്ത് അവിടെ തുടങ്ങിയതാ. നമുക്കറിയാമല്ലോ ഹാബേലിന് എന്ത് സംഭവിച്ചു. അപ്പം വിശ്വാസത്താൽ എന്ന് പറയുമ്പോൾ ദൈവികമായിട്ടുള്ള ഒരു വെളിപ്പാടിനാൽ, ദൈവത്തിന്റെ ഒരു ഡയറക്ഷനാൽ, അല്ലെങ്കിൽ ദൈവം അവന്റെ ഹൃദയത്തിൽ തോന്നിച്ചിട്ട്, ദൈവം അവന് പറഞ്ഞു കൊടുത്തിട്ട്, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് ദൈവസന്നിധിയിൽ അവൻ ആരായുകയും ദൈവം അവനെ ആ നിലയിൽ അവനെ നടത്തുകയും ചെയ്തിട്ട് അവൻ വിശ്വാസത്താൽ കയീന്റേതിനേക്കാൾ ഉത്തമമായ ഒരു യാഗം കഴിച്ചു. കയീന്റെ കയ്യിലുള്ളതൊന്നും പിടിച്ചു മേടിച്ചില്ല, കയീനെ ഉപദ്രവിച്ചില്ല, കയീനെ ഡിഫെയിം ചെയ്തില്ല, കയീനെ പറ്റി എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു നടന്നില്ല, ഒന്നും നടന്നില്ല. അവൻ ആകെ ചെയ്തത് ദൈവം അവന്റെ ഹൃദയത്തിൽ നൽകിയ വെളിച്ചമനുസരിച്ച് ദൈവഹിതപ്രകാരം ഉള്ള ഒരു യാഗം അവൻ കഴിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഈ ഹാബേല് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ കയീൻ എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാം. കാരണം കയീൻ ചെയ്തത് അവന്റെ യാഗത്തിൽ ദൈവം ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ പ്രസാദിച്ചില്ല. അവൻ നിലത്തെ ഭൂമിയിൽ നിന്ന് ചില സംഗതികളൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് നോൺ വെജ് ആയിരുന്നു ഇഷ്ടം, അതുപോലെ വെജിറ്റേറിയൻ ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള നിലയിലൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ നമുക്കറിയാമല്ലോ, ഒരു യാഗം എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിലെ ആറ്റിറ്റ്യൂഡിനെ അത് കാണിക്കുന്നത് നിശ്ചയമായിട്ടും. അല്ലാതെ അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നീ ഭോജനയാകവും ഹനയാകവും നീ ഇച്ഛിച്ചില്ല എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അത് ഇച്ഛിച്ചില്ല എന്ന് പറയുന്നതിന്റെ തൊട്ട് താഴെ പറഞ്ഞേക്കുക, ഞാൻ അപ്പോൾ നിന്റെ സന്നിധിയിൽ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കുമെന്നും 51-ാം സങ്കീർത്തനം അവസാനം പറയുന്നുണ്ട്. കാരണം എൻ്റെ ഹൃദയം നിന്നോട് ശരിയായി തീരുമ്പോൾ, എൻ്റെ മനസാക്ഷി ദൈവസന്നിധിയിൽ നിർമ്മലീകരിക്കപ്പെടുകയും എൻ്റെ മനസാക്ഷി യഥാർത്ഥമായിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും നിറയുമ്പോൾ ആ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ചും അല്ലെങ്കിൽ ലോകത്തിന്റെ പാപപരിഹാരമായിട്ട് തീരുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിനാൽ എൻ്റെ ഹൃദയം നിറഞ്ഞിട്ടാണ് ഈ യാഗം അർപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ യാഗത്തിന്റെ വാലിഡിറ്റി എന്താ? അത് ഈ മൃഗങ്ങളൊന്നുമല്ല, ആ കാലത്തികവിങ്കൽ കാലസമ്പൂർണതയെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് സൗജന്യമായ രക്ഷയ്ക്കുള്ള ഏക വഴിയായിട്ട്, മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ടുള്ള ഏക വഴിയായിട്ട് ദൈവത്തിന്റെ പുത്രൻ കാൽവരിയിൽ യാഗമായി തീരാൻ പോകുന്നു എന്നുള്ളത് പ്രതിനിധാനം ചെയ്യുന്നതാണ് യാഗങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഇത് ഇത്രയും ഫുള്ളായിട്ടുള്ള ഒരു റെവലേഷനിലേക്ക് പലരും വരുന്നില്ലെങ്കിൽ പോലും ഈ ദൈവസന്നിധിയിൽ നിരീകരിക്കപ്പെടുക എന്നുള്ളത് അത് ദൈവം നമുക്ക് നൽകുന്ന ഒരു ദാനമാണെന്നും സൗജന്യമായ ഒരു കാര്യമാണെന്നും നമ്മുടെ പ്രവർത്തികൾ മുഖാന്തരം അല്ല എന്ന് അവരറിയാനും വിശ്വസിക്കാനുമാണ് ദൈവം ആഗ്രഹിച്ചത്. അതിലേക്ക് എല്ലാ മനുഷ്യനെയും ഈ ഒരു സത്യത്തിലേക്ക്, ഹാബേലിനെ മാത്രമല്ല എല്ലാ മനുഷ്യനെയും ദൈവം ഇതുപോലൊരു സത്യത്തിലേക്ക് ദൈവം കൈപിടിച്ച് വഴി നടത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവവചനത്തിൽ നിന്ന് സാധിക്കും. എന്നാൽ പലരും ഇതിനോട് എതിർത്ത് നിൽക്കുകയും അവരുടെ സ്വന്തം ബുദ്ധിയിൽ തോന്നുന്ന പോലെയും സ്വന്തം ആലോചനയിൽ തോന്നുന്ന പോലെയും ലോകപ്രകാരം ശ്രേഷ്ഠമെന്ന് അവർക്ക് തോന്നുന്ന ചില ആശയങ്ങൾ വെച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ പാപിയായ മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവർത്തനവും അവരെ രക്ഷിക്കുന്നതിന് യോഗ്യമായ ഒരു പ്രവൃത്തിയായിട്ട് ദൈവം എടുക്കാത്തത് കൊണ്ട് അത്തരം വ്യക്തികളെല്ലാം ദൈവസന്നിധിയിൽ വളരെ നിരാശരായിട്ട് തീരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും.
അപ്പം നമുക്ക് കാണാമല്ലോ ഈ ഉൽപ്പത്തി പുസ്തകം ആ ആ 4-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ യഹോവ ഹാബേലിനും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. അതിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ അവൻ അവൻ അവ മാനുഷികമായിട്ട് ഈ വഴികളിൽ മുന്നോട്ട് പോകുന്നവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചെയ്യുന്നത് കംപ്ലീറ്റ് 101% കറക്റ്റാണ്. അവർ ചെയ്യുന്നത് അത് ഒരിക്കലും തെറ്റത്തില്ല എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ ഈ പരീക്ഷൻ അടുത്ത് നിൽക്കുന്ന പാപിയെക്കുറിച്ച് പറഞ്ഞതുപോലെ അടുത്ത് നിൽക്കുന്നവനെ കുറിച്ച് ഒരു കമന്റ് കൂടെ പറഞ്ഞാലേ അവന്റെ യാഗം അങ്ങോട്ട് ഒരു കംപ്ലീറ്റ് ആവത്തുള്ളൂ. അത്രയ്ക്ക് അവർ കോൺഫിഡന്റ് അവർ ചെയ്യുന്ന കാര്യത്തിൽ. എന്നാൽ അതൊരു ബുദ്ധിപരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് മാത്രമാണ്. ഇന്ന് എത്രയോ മതങ്ങൾ, എത്രയോ ആൾക്കാർ ഈ ലോകത്തിൽ ഇതുപോലുള്ള ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പോലുള്ള, സമാധാനത്തിലും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പോലുള്ള മതകർമ്മങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള ആശയങ്ങളിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. അവർ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും അവരെ നിത്യനായ വിശുദ്ധനായ ദൈവവുമായിട്ട് ഇണയ്ക്കാനായിട്ട് യോഗ്യമായ പ്രവൃത്തികൾ അല്ല. മനുഷ്യന്റെ ഒരു പ്രവൃത്തി കൊണ്ടും അവൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. പാപിയായ മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെയും അവന്റെ ആത്മാവിനെ രക്ഷിപ്പാൻ, അവന്റെ പാപത്തിന് പരിഹാരമായി തീരാനായിട്ട് ദൈവം പ്രതിഫലമായിട്ട് കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് ആയിരിക്കും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വായിക്കണം. 2 കൊരിന്ത്യർ ലേഖനം നമ്മൾ 5-ാം അധ്യായം വായിക്കുമ്പോൾ അവസാനം വരുമ്പോൾ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ആ വാക്യത്തിന്റെ റെഫറൻസ് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അത് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം തന്നോട് അടുക്കുന്നവരെ യേശുക്രിസ്തു മുഖാന്തരം തന്നോട് നിരപ്പിച്ചു പോകുന്നു എന്ന് പറയുന്ന ഒരു വാക്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ കാലാകാലങ്ങളായിട്ടുള്ള ദൈവത്തിന്റെ പ്രവർത്തനം എന്താ? ദൈവത്തിന്റെ പ്രവർത്തനം യേശുക്രിസ്തു മുഖാന്തരം ആ ദൈവം തന്നോട് അടുക്കുന്നവരെയൊക്കെ തന്നോട് അടുപ്പിച്ചു പോലും. ഞാൻ ആ വാക്യം എടുത്ത് വായിക്കാം. വാക്യം തെറ്റിച്ച് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ശരിയായ കാര്യമല്ലല്ലോ. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 19-ാം വാക്യം: ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. അത് അതിൻ്റെ ടെൻസും അതിൻ്റെ ഗ്രാമറും ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. അത് ദൈവം നിത്യത മുതൽ നിത്യത വരെ ദൈവം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞകാല നിത്യത മുതൽ ഇനി ഭാവികാല നിത്യത വരെയുള്ള ഒരൊറ്റ നിയമമേ ഉള്ളൂ. ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെങ്കിലും ദൈവത്തോട് നിരപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് നിരപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ വേറൊരു വഴിയിലൂടെ ദൈവം നിരപ്പിച്ചിട്ടില്ല. ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവരുടെ സ്വന്തം പരിശ്രമങ്ങളിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ നീതി ഏറ്റെടുത്ത് ദൈവം നമുക്ക് സൗജന്യമായി നൽകുന്ന, യേശുക്രിസ്തു മുഖാന്തരം സൗജന്യമായി നൽകുന്ന ഈ നീതിയിൽ ആശ്രയിച്ച് മാത്രമേ പോകാൻ, ദൈവസന്നിധിയിലേക്ക് അടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതുതന്നെയാണ് യാഗങ്ങളും ഒക്കെ പ്രതിനിധാനം ചെയ്തിരുന്നത്. ഇതേ ആശയത്തെ തന്നെയാണ്. അപ്പോൾ അവിടെ വായിക്കുകയാണ്: ഒരുവൻ ദൈവിക വെളിപ്പാടിൽ അവൻ യാഗം കഴിച്ചു, ദൈവസന്നിധിയിൽ അവൻ നീതീകരിക്കപ്പെട്ടു. എന്നാൽ വേറൊരുവൻ അങ്ങനെ അവന്റെ സ്വന്തം ഐഡിയ അനുസരിച്ച് അവന്റെ സ്വയനീതിയിൽ അവൻ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അത് സാധിച്ചില്ല. അവന് കോപമുണ്ടായി. അങ്ങനെ ആ വെളിപ്പാട് നിമിത്തം, ഹാബേലിൽ നിന്ന് ലഭിച്ച വെളിപ്പാട് നിമിത്തം അവൻ വധിക്കപ്പെട്ടു എന്നുള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് 2 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 24-ാം അധ്യായമാണെന്ന് തോന്നുന്നു. 24-ാം അധ്യായം അതിന്റെ റെഫറൻസ് എങ്ങാണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 22-ാം വാക്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. 2 ദിനവൃത്താന്തത്തിൽ ബെരഖ്യാവിന്റെ മകനായ ശഖര്യാവിനെ അവൻ ചില ദൈവവചനങ്ങൾ പറഞ്ഞത് നിമിത്തം അവനെ കൊല്ലുന്നതായിട്ട് പതിയിരുന്ന് ചില ആൾക്കാർ അവിടെ കൊന്നുകളയുന്നതായിട്ട് നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയും. 24-ന്റെ 20-ാം വാക്യം: എന്നാറേ ദൈവത്തിൻ്റെ ആത്മാവ് യഹോയാദാ പുരോഹിതന്റെ മകനായ സഖര്യാവിൻ്റെ മേൽ വന്നു. അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത്: ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നതെന്ത്? യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി
രാജാവിന്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. അങ്ങനെ യോവാശ് രാജാവ് അവന്റെ അപ്പനായ യഹോയാദ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവന്റെ മകനെ കൊന്നുകളഞ്ഞു. മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു എന്ന് നമുക്ക് അവിടെ വായിക്കാൻ കഴിയും. അപ്പം ദൈവിക വെളിപ്പാട് പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാർക്കൊക്കെ എന്താ സംഭവിച്ചത്? ഇതിനു മുന്നേ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് യെശയ്യാ പ്രവാചകന്റെ കാര്യമൊക്കെ. കാരണം രാജകുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു യെശയ്യാവ്. ആഹാസ് രാജാവിന്റെ ഒരു കസിനായിട്ട് തന്നെ വരും. വേണമെങ്കിൽ രാജകീയമായിട്ടുള്ള കുടുംബത്തിൽ രാജകീയമായിട്ടുള്ള പ്രൗഢിയോടുകൂടൊക്കെ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ദൈവം ഈ ശുശ്രൂഷ ഏൽപ്പിക്കുകയും യഹോവ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ ദർശനം കണ്ട് അതിനുശേഷം ആ നിത്യരാജാവായിട്ട് വരികയും ഈ ലോകത്തെ മുഴുവൻ വടക്കി ഭരിക്കുകയും ഈ ലോകത്തിലെ മുഴുവൻ രാജാവായിട്ട് തീരുകയും ചെയ്യുന്ന ആ രാജാവായ കർത്താവിനെ കുറിച്ചുള്ള ദർശനവും, അതുപോലെ തന്നെ ആ ഒരു അനുഭവത്തിലേക്ക് തന്റെ ജനത്തെ നടത്താൻ തക്കവണ്ണം ഒരു ദാസനായി തീർന്ന് ക്രൂശിലെ മരണത്തോളം അനുസരണമായി തീരുന്ന ഈ ക്രിസ്തുവിന്റെ ആ ദർശനവും കണ്ട് യെശയ്യാവിന് ഇത്രയും വലിയ ഒരു കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ആ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയിൽ സന്തോഷിച്ച്, മാത്രമല്ല നമ്മൾ പലപ്പോഴും സൂപ്പർഫിഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊക്കെ ദുഃഖം തോന്നും. കാരണം ആലയം നിർമ്മിച്ചു, ആലയം പിടിക്കപ്പെട്ടിട്ട് അവർക്ക് വല്ല പറ്റിയോ? ഇപ്പൊ 70 വർഷം ഈ ആലയം ഇല്ലാതെ അവർ ബാബേലിരുന്നു. എന്നാൽ ഈ ആലയമോ ബാഹ്യമായിട്ട് കാണുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും അല്ല അവരുടെ ആത്മീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന കർമ്മങ്ങളോ ആചാരങ്ങളോ ഒന്നുമല്ല. എന്നാലും ദൈവം തന്റെ വചനം അനുസരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അവർക്ക് ഉറപ്പിക്കുന്ന ചില അനുഭവങ്ങളായിരുന്നു അവർ ഈ ആലയവും ഇതുപോലുള്ള പ്രവാസത്തിലുമൊക്കെ ഇരുന്നപ്പോൾ അവര് അനുഭവിച്ചതായിട്ടുള്ള ദൈവകരം എന്ന് പറയുന്നത്. നമുക്കറിയാം സംഗതി പ്രവാസത്തിലാ പോയത്. എന്നാൽ എത്ര സമൃദ്ധമായിട്ട്, എത്ര സുരക്ഷിതമായിട്ട് ദൈവം അവരെ സൂക്ഷിച്ചതെന്നും ആ രാജ്യത്ത് തന്നെ അവരുടെ സ്വന്തം രാജ്യത്ത് ഉള്ളതിനേക്കാളും വളരെ ശക്തമായ നിലയിൽ ദൈവകരവും ദൈവാലോചനയും ദൈവം അവർക്ക് വേണ്ടി ആൾക്കാരെയൊക്കെ എഴുന്നേൽപ്പിച്ചതൊക്കെ എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോഴും ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോഴും അതുപോലുള്ള ദൈവവചനങ്ങൾ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ആ കാര്യങ്ങളൊക്കെ വായിക്കുമെന്ന് നമുക്കറിയാം. അപ്പൊ എല്ലാ സമയത്തും എല്ലാ കാലത്തും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക ആലയത്തോട് ചേർന്നിരുന്നാലൊന്നും അല്ല ദൈവത്തിന്റെ അവരെ കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് ഒരു നിത്യ പദ്ധതിയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആയിരുന്നു അത് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ അവിടെ പറയുകയാണ്, ഈ ഒരു ഇന്നും നടക്കുന്ന സ്ട്രഗിൾ എന്താ? ഈ കർത്താവും യഹൂദന്മാരും തമ്മിലുള്ള പ്രധാന പ്രശ്നം എന്താ? ദൈവത്തിന്റെ വെളിപ്പാടനുസരിച്ച് ദൈവികമായ സത്യം അവരുടെ ഇടയിൽ പറയുമ്പോൾ അത് അവരുടെ ബുദ്ധിക്കും അവരുടെ മതപരമായിട്ടുള്ള അവരുടെ വീക്ഷണത്തിനും അവരുടെ ആ ചിന്താഗതിക്കൊന്നും അത് അനുകൂലമായിട്ട് വരുന്നില്ല, കോയിൻസൈഡ് ചെയ്യുന്നില്ല. കർത്താവിനെ അവർ എതിർത്ത കാര്യം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള ഇത്തരം മതനിയമങ്ങൾ വെച്ച് പുത്രനെ തള്ളിക്കളഞ്ഞ് അവനെ ക്രൂശിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരിക. നോക്കിയാട്ടെ, എത്രയോ പ്രവാചകന്മാരോടും പലരോടും യെരൂശലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്ന അസാധ്യമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞതും നമ്മൾ ഓർക്കുമല്ലോ. ആ സമയം തീർന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊന്നവനായ സഖര്യാവിന്റെ രക്തം വരെ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ക്യുമുലേറ്റീവ് എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് എന്ന് പറയും. അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ചേർന്നുള്ള വരവ്. ഹാബേലിന്റെ രക്തം മുതൽ അന്ന് തുടങ്ങിയ പോരാട്ടമാണ്. ഈ കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചെറിയ കീഴിൽ ചേർക്കും പോലെ നിങ്ങളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, എന്നാൽ നിങ്ങൾക്കോ മനസ്സായില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കണം. ദൈവം അവരെ തള്ളിക്കളഞ്ഞത് കൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്തതാണോ, അതോ ദൈവത്തെ അവർ തള്ളിക്കളഞ്ഞത് കൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണോ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഒത്തിരി പേര് പറയുന്നത് ദൈവം ചില ആൾക്കാരെ അങ്ങ് നേരത്തെ അങ്ങനെ ആയിത്തീരാനായിട്ട് വിട്ടു, അതുകൊണ്ട് എന്നാ പിന്നെ കർത്താവ് ഈ കരയുന്ന കരച്ചിൽ വെറുതെ. 13-ാം അധ്യായം ലൂക്കോസ് യെരൂശലേമിനെ സമീപിച്ചപ്പോൾ യെരൂശലേമിനെ നോക്കി കരഞ്ഞു എന്ന് പറയുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. യെരൂശലേമിനെ നോക്കി, ഈ ദിവസങ്ങളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കല്ലെറിയുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർക്കും പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. അത് the very purpose that
ഗോഡ് ഇലക്റ്റഡ് എബ്രഹാം, അല്ലെങ്കിൽ ദൈവം ഈ അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തത് തന്നെ ഈ മശിഹയെ ഈ ലോകത്തിലേക്ക് ജനിക്കാനും ഈ മശിഹ മുഖാന്തരം ഉള്ള രക്ഷ സകല ലോകത്തിനും എത്തിക്കാൻ വേണ്ടിയാണ് ഇവരെ തെരഞ്ഞെടുത്തത് തന്നെ. എന്തിനു വേണ്ടി അവരെ തെരഞ്ഞെടുത്തോ ആ തെരഞ്ഞെടുത്ത ഉദ്ദേശം നിഷ്ഫലമാകുന്നത് പോലെ ഈ ജീവന്റെ നായകനെ, സകലത്തിന് ലാക്കും കാരണഭൂതനുമായവനെ അവരിതാ നിഷ്കരുണം തള്ളിക്കളയുന്ന ഒരു അനുഭവമാണ്. ചിലർ ചോദിക്കും, അല്ല കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞില്ലായിരുന്നെങ്കിൽ, യൂദ കാണിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇതുവല്ലോ സംഭവിക്കുമായിരുന്നോ? എന്നാൽ അവിടെ തന്നെ പറയുക, നിന്നെ ചേർത്തുകൊള്ളുവാൻ എത്ര വട്ടം എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. അപ്പൊ നമ്മൾ വിചാരിക്കണ്ട കർത്താവ് അവരെ അങ്ങനെ ആക്കിയത് കൊണ്ട്, യൂദായെ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വിട്ടതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തതാണെന്നല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് ദൈവം നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുന്നു. എങ്കിലും നമുക്കറിയാമല്ലോ, ദൈവം ഇത്ര ഒരു സോവറീനായിട്ടുള്ള ഒരു ദൈവം ഇങ്ങനെ കരയേണ്ട ആവശ്യം എന്താ? ഒത്തിരി ആൾക്കാർ ഈ സോവറിനിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അയ്യോ അങ്ങനൊക്കെ പറയാതെ, ദൈവം എന്ത് ഉദ്ദേശിച്ചാലും അത് നടക്കും. അതെ, നടക്കും. ആരുടെ ജീവിതത്തിലാ? ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സ്നേഹത്തെ തള്ളിക്കളയുന്നവരുടെ ജീവിതത്തിലല്ല. നമ്മൾ ഇതേ ഭാഗത്ത് തന്നെ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കൾക്ക് ഭാഗികമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കാഠിന്യം ഒന്നും ദൈവം വരുത്തിയ കാഠിന്യമല്ല. അത് നമുക്കറിയാം. റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ വായിക്കുമ്പം ഈ കാഠിന്യത്തെക്കുറിച്ചൊക്കെ വായിക്കുമ്പം അവിടെ ഒരു കഴിഞ്ഞ ദിവസം നമ്മുടെ ജെയിംസ് വർഗീസ് സാറ് പറഞ്ഞതുപോലെ അത് പോളമിക്സ് ആയിട്ട് പറഞ്ഞേക്കുന്ന. കാരണം അവിടുത്തെ പ്രശ്നം എന്താ, റോമയിലെ സഭയിലെ പ്രശ്നം എന്താ എന്ന് അതിനെ വിശകലനം ചെയ്തുകൊണ്ട് അവർക്കത് മനസ്സിലാകാൻ തക്കവണ്ണം ദൈവത്തിന് യഹൂദന്മാരെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തീർന്നു പോയിട്ടില്ല എന്ന് അവരോട് പറയാനായിട്ടുള്ള ഒരു രീതിയിലാണ് ആ കാര്യങ്ങളെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ, യേശാവിനെ തെരഞ്ഞെടുത്തില്ല, യാക്കോബിനെ തെരഞ്ഞെടുത്ത് യേശാവിനെ തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്നെ എബ്രായ ലേഖനം 12-ാം അധ്യായം 16-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കണം. ഒരു ദൈവവചനത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടൊക്കെ ആ ദൈവവചനത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഈ വചനഭാഗങ്ങളെല്ലാം ചേർത്ത് കൊണ്ടുവന്നിട്ടാ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വരേണ്ടത്. അല്ലാതെ ഒരൊറ്റ ഭാഗം മാത്രം എടുത്തുകൊണ്ട് ഏകപക്ഷീയമായ ഒരു നിലപാടിലേക്ക് പോവുകയല്ല. കാരണം ഓരോ ഭാഗത്തും ഓരോ കാര്യങ്ങൾ പറഞ്ഞതിന് ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പൊ എബ്രായ ലേഖനത്തിൽ പറഞ്ഞേക്കുക, ആരും വിശുദ്ധി കൂടാതെ നാം ദൈവത്തെ കാണുകയില്ലല്ലോ, ആരും ഏശാവിനെ പോലെ അശുദ്ധനും ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവനെ പോലെ അഭക്തരുമായി തീരരുത് എന്നുള്ള വാണിംഗാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം നമ്മൾ ചിന്തിക്കുമ്പം തന്നെ അവർക്ക് എന്താണോ സംഭവിച്ചത്, അവർക്ക് എന്താണോ തുടർന്നുള്ള വർഷങ്ങളിൽ എന്താണ് യെരുശലേമിലും യഹൂദന്മാർക്കും സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് AD 70 ടൈറ്റസും വെസ്പേഷ്യൻ കൈസറും കൂടെ വന്ന്, അല്ലെങ്കിൽ വെസ്പേഷ്യന്റെ സേനാ നായകനായിട്ടുള്ള ടൈറ്റസും, എനിക്ക് ടൈറ്റസിന്റെ മകനും അന്ന് വന്നു എന്നാണ് ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളത്. അവരൊക്കെ വന്നിട്ട് എന്താ അവിടെ ചെയ്തത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എത്ര വലിയൊരു പീഡനത്തിലൂടെ യഹൂദജനം കടന്നുപോയി എന്നുള്ളത്. ചരിത്രത്തിന്റെ താളുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവരെ പോലെ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടവരും ഇതുപോലെ തകർക്കപ്പെട്ടവരും അത് AD മാത്രമല്ല BC നമ്മൾ നോക്കണം. BC പല ചരിത്രങ്ങള്, കുഞ്ഞുങ്ങളെയെല്ലാം ഒരുമിച്ച് കൊല്ലുമ്പം തൊട്ടുള്ള പല ചരിത്രങ്ങൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇടവേളകളിലൊക്കെ ഈ യഹൂദജനം വളരെ പീഡനങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാം. എന്നാലും അങ്ങനെ കടന്നു പോകുമ്പോഴും ഞാൻ നിന്നെ മറന്നു കളകയില്ല, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ, എന്നാലും ഞാൻ നിന്നെ മറക്കയില്ല, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞ് ആ ദൈവികമായിട്ടുള്ള പദ്ധതിയിലേക്ക് പിന്നെയും അവരെ കൊണ്ടുവരാനായിട്ട് വഴികളും വാതിലുകളും അവരുടെ ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ അതിലൊക്കെ പ്രവർത്തിച്ച് റീഅറേഞ്ച് ചെയ്ത് ഈ ദൈവത്തെ അറിയാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്ന ദൈവകരങ്ങൾ നമുക്ക് അവിടെ ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. AD വരുമ്പോഴും നമുക്കറിയാമല്ലോ, ഒരു കാലത്ത് ക്രിസ്തീയ സഭയെ ആദിമ നൂറ്റാണ്ടുകളിൽ ഏറ്റവും പീഡിപ്പിച്ചിരുന്നത് യഹൂദന്മാരാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഒരു മതമായിട്ട് ആർജിച്ചതിന് ശേഷം ക്രിസ്തീയ സഭയുടെ കയ്യിൽ നിന്ന് തന്നെ യഹൂദന്മാർക്ക് ഒത്തിരി പ്രയാസങ്ങളും എതിർപ്പുകളും വധിക്കപ്പെടുന്ന അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാമല്ലോ. അവസാനം റിഫോമേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾ പോലും അവർ യഹൂദന്മാർക്ക് ഉള്ള ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളതും നമുക്ക് ചരിത്രത്തിൽ നിന്ന് അറിയാം. അതുകൊണ്ട് റിഫോമേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം അവർ റിഫോംഡ് ഒന്നും അല്ലായിരുന്നു. ചില കാര്യങ്ങളിലൊക്കെ അവർ വെളിച്ചം വീശി എന്നുള്ളത് സത്യമാണ്. എന്നാൽ എല്ലാ വിഷയത്തിലും ഒന്നും അവർ റിഫോംഡ് അല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം. അല്ലാതെ ഏത് വ്യക്തിയെയും അന്ധമായിട്ട് അങ്ങ് അനുകരിക്കത്തക്കവണ്ണം ഉള്ള ഒരു ദൈവികമായ പൂർണ്ണതയൊന്നും ഈ വ്യക്തികളിലൊന്നും ഇല്ലായിരുന്നു.
ചില വ്യക്തികൾ വെളിപ്പാട് പുസ്തകത്തെ അംഗീകരിക്കുകയില്ല, എബ്രായ ലേഖനത്തെ അംഗീകരിക്കുകയില്ല, ചിലര് യാക്കോബിന്റെ ലേഖനത്തെ അംഗീകരിക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള റിഫോമേഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് അവരെങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് അങ്ങനെ പറയാനാണോ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അപ്പൊ അന്ധമായിട്ടുള്ളതല്ല, നമുക്കറിയാമല്ലോ, നല്ലത് ശോധന ചെയ്ത് സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ എന്ന വചനത്തിൽ പറഞ്ഞേക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാ നമുക്ക് ഭൂഷണമായിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, നമുക്കറിയാം, ഇങ്ങനെ ഈ തലമുറയുടെ മേൽ ഈ ക്യുമുലേറ്റീവ് ഇത്രയും കാണിച്ച ദൈവത്തോട് കാണിച്ച റിജക്ഷനും ദൈവദാസന്മാരോടും ദൈവത്തിന്റെ ദൈവിക ദൂതുകളോടും കാണിച്ച ഈ നിസ്സംഗതയും ഈ എതിർപ്പുമെല്ലാം, കാരണം ഏതുദ്ദേശത്തിനു വേണ്ടി കർത്താവ് അവരെ ഒരുക്കിക്കൊണ്ടുവന്നോ, അവസാനം പുത്രൻ വന്നപ്പം പുത്രനെയും കൂടെ കൊന്നിട്ട് ഈ മുന്തിരിത്തോട്ടം അവകാശമാക്കാൻ പോകുന്ന കുടിയാന്മാര് എത്ര ഭീകരമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഈ തലമുറയോട് സത്യമായിട്ട് ഈ തലമുറമേൽ ഇതൊക്കെ വരും എന്ന് പറയുകയും, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവന് നിങ്ങൾ പറയുവോളൂ, നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. അതെപ്പോഴായി സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. ഇനി നിങ്ങളത് തിരിച്ചറിയുന്ന ഒരു കാലം വരും. ലോകമെല്ലാം വലിയ പെർസെക്യൂഷനിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കൾ അതുപോലുള്ള ഒരു വലിയ മഹോപദ്രവത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഇതാവൻ മേഘാരൂഢരായി വരുന്നു എന്ന് വചനത്തിൽ എഴുതപ്പെട്ടേക്കുന്നത് പോലെ അന്ന് നിങ്ങൾ തിരിച്ചറിയും ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അന്ന് നിങ്ങൾ തിരിച്ചറിയും ഇത് ദൈവികമായ ഇത് യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു എന്നും, ഈ പറഞ്ഞ രക്ഷകന്മാരൊന്നും എൻ്റെ രക്ഷകന്മാരല്ല, ഈ പറഞ്ഞ കർത്താക്കന്മാരൊന്നും ഞങ്ങളുടെ കർത്താവല്ല, ഈ ഞങ്ങളെ രക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അവിടെ അല്ലെങ്കിൽ ആ തന്നെ പൂജാവിഷയമെന്നോ ദൈവമെന്നോ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ഈ അന്തിക്രിസ്തു ഒന്നും അവരുടെ രക്ഷകന്മാരല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു കാലം വരും. അന്ന് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നിങ്ങൾ ഈ കുത്തിത്തുളച്ചവങ്കിലേക്ക് നോക്കുകയും, അവനായിരുന്നു മശിഹ, അവനായിരുന്നു നമ്മളെ റിസ്റ്റോർ ചെയ്യാൻ വന്നത്, അവനാണ് നമുക്ക് വേണ്ടി ജീവൻ നൽകാൻ വന്നത്, അവനെ നോക്കി നിലവിളിക്കുന്ന കാലം വരെ നിങ്ങളിനി ഇത് എന്നെ കാണുകയില്ല. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുമ്പോഴോ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, സമയം വളരെ മുന്നോട്ട് പോയി, ഞാൻ വാക്കൊന്ന് വിരമിക്കരുത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങളാണ്.